മനുഷ്യജീവിതത്തിലെ പരമപ്രധാനമായ രഹസ്യങ്ങളിൽ ഒന്നാണ് സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ് എന്ന സത്യം. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവങ്ങളുണ്ടായാലും തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ മുന്നിൽ വരുന്ന ആ ഭീകരമായ സംഭവത്തെ ഓർത്ത് വേദനിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ അപ്സെറ്റായിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും ഇതിൻ്റെ പിന്നിൽ എന്താണ് നന്മയുള്ളതെന്ന് ചിന്തിക്കാൻ തോന്നത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാനസികമായി ആകെ സംഘർഷത്തിലേക്ക് വരികയും ചെയ്യും. പക്ഷേ മനുഷ്യ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലൊന്നാണ് എന്ത് സംഭവിച്ചാലും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും നന്മയുണ്ടാകുമെന്ന്. ഇത് നമുക്ക് രാമായണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ വില്ലൻ കഥാപാത്രങ്ങളായിട്ട് കാണുന്നവരാണ് മന്ധര, കൈകേയി, രാവണൻ എന്നിവർ. പക്ഷേ ഇവർ 3 പേരും ചേർന്നിട്ടല്ലേ വാസ്തവത്തിൽ ശ്രീരാമനെ ലോകത്തിൻ്റെ മുന്നിൽ ഹീറോ ആക്കി മാറ്റിയത്? ഇവർ 3 ഇല്ലായിരുന്നുവെങ്കിൽ രാമൻ അയോധ്യയുടെ രാജാവായിട്ട് കുറേ നാൾ ജീവിച്ച് ഒരു ദിവസം മരിച്ചു പോയേ. രാമനെ രാമനാക്കി മാറ്റിയത്, ഹീറോ ആക്കി മാറ്റിയത് ഇവർ 3 പേരുമാണ്. രാവണനെ കൊന്നിട്ടില്ലായിരുന്നുവെങ്കിൽ രാമൻ എങ്ങനെ ശ്രേഷ്ഠനാകുമായിരുന്നു? പക്ഷെ അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചതാരാണ്? മന്ധരയും കൈകേയിയും കൂടി. അയോധ്യയിൽ ജീവിച്ചിരുന്ന, കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന രാമന് വനവാസത്തിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. വനത്തിലേക്ക് രാമൻ പോയി, രാമനോടൊപ്പം സീതയും പോയി. അതുകൊണ്ട് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി. കൊട്ടാരത്തിൽ ജീവിക്കുകയായിരുന്നുവെങ്കിൽ സീത എങ്ങനെ രാവണൻ തട്ടിക്കൊണ്ടു പോകുമായിരുന്നു? അപ്പോൾ രാവണനെ നിഗ്രഹിക്കുവാനുള്ള സാഹചര്യം ആ ജീവിതം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ രാമൻ്റെ നിയോഗം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാണ്. നമ്മളെല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ നിയോഗം പേറി ജീവിക്കുന്നവരാണ്. നമ്മളിൽ കൂടി ആ ഓരോ സംഭവങ്ങളും നടന്നേ പറ്റൂ. സംഭവിക്കുന്നതെല്ലാം നല്ലതിന് തന്നെയാണ്.